കാസർഗോഡ് കളക്ടറേറ്റ് ജീവനക്കാരി ആശാലതയുടെ ആത്മഹത്യയിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഡിവൈഎഫ്ഐ. പ്രതികാര നടപടിയുടെ ഭാഗമായുള്ള സ്ഥലമാറ്റമാണ് ജീവനക്കാരിയുടെ മരണത്തിന് കാരണമെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിലാണ് പ്രതിഷേധം നടത്തിയത്. ആശാലതയുടെ മരണം ഭരണാനുകൂല സംഘടനകളുടെ പ്രതികാര നടപടി കാരണമാണെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാന ആരോപണം. കളക്ടറേറ്റിലെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന ആശാലതയെ അടുത്തിടെയാണ് എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റിയത്. ഈ മാറ്റം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒറ്റപ്പെട്ട ഓഫീസിലേക്കുള്ള ഈ സ്ഥലം മാറ്റം അവരിൽ കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കിയെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ പലയിടങ്ങളിലും ഇടതുപക്ഷ അനുഭാവ നിലപാട് സ്വീകരിക്കുന്നവരെയെല്ലാം വേട്ടയാടി ഇല്ലാതാക്കുമെന്നാണ് പൂക്കി സതീശന്റെ സർക്കാർ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ വേട്ടയാടലിന് മുന്നിൽ നിഷ്പ്രഭമായി പോകുന്ന, ഇല്ലാതായി പോകുന്ന ചരിത്രമല്ല ഇടതുപക്ഷത്തിനുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ വേട്ടയാടലിനെല്ലാം അതിജീവിക്കാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം. ഇപ്പോ ഈ കേരളത്തിലെ വിവിധ വകുപ്പുകളിൽ ഈ വേട്ടയാടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോട്ടുകാരനെ നേരെ ഇടുക്കിയിലേക്കും വയനാട്ടിലേക്കും തിരുവനന്തപുരത്തേക്കുമെല്ലാം സ്ഥലം മാറ്റുകയാണ്. ഭിന്നശേഷിക്കാരായ ആളുകളെ ഒരു മനുഷ്യത്വവും കാണിക്കാതെ സ്ഥലം മാറ്റുകയാണ്. അവരുടെ കുടുംബം, ജീവിത പ്രയാസങ്ങൾ, ഇതിനൊന്നും ഒരു തരത്തിലുള്ള മനുഷ്യത്വപരമായ നിലപാട് പോലും സ്വീകരിക്കാതെ ഇടതുപക്ഷമാണെങ്കിൽ, കോൺഗ്രസ് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയമാണെങ്കിൽ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന നിലപാടാണ് വി.ഡി. സതീശൻ സ്വീകരിക്കുന്നത്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.